ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. താരിഖ് റഹ്മാന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഭാരതത്തെ പ്രതിനിധീകരിച്ച് സ്പീക്കർ ഓം ബിർള, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ധാക്കയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, എപ്പോഴാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഈ BNP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുക? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ ധാക്കയിൽ നിന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. മികച്ച ഭൂരിപക്ഷമായിരുന്നു ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവിടെ വിജയം നേടിയത്. തുടർന്ന് താരിഖ് റഹ്മാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സമാധാനവും ജനങ്ങളുടെ പുരോഗതിയും എല്ലാം ഉറപ്പാക്കാൻ ഒരുമിച്ച് നിൽക്കണം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രിയെയും ഭാരതത്തെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രത്യേകം താരിഖ് റഹ്മാൻ ക്ഷണിച്ചിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതത്തിന്റെ പ്രത്യേക പ്രതിനിധി സംഘം പങ്കെടുക്കുന്നത്. സ്പീക്കർ ഓം ബിർള, കൂടാതെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ലോക്സഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരാണ് ഇപ്പോൾ ധാക്കയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം പരിശോധിക്കുമ്പോൾ കലാപകലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ബംഗ്ലാദേശിലുണ്ടായിരുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം അത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടുള്ള നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കലാപമായി മാറി. പിന്നീട് ഇടക്കാല സർക്കാർ വന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പരിപൂർണമായും പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. ഗൗതം.